ഹായ് പലർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലെ ചെറിയൊരു വിശേഷമായി ബന്ധപ്പെട്ടാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇതൊരു ബ്രീഡിംഗ് ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെഡ് ഇയർ കോയാണ് കേട്ടോ, ആൽബിനോ റെഡ് ഇയർ കോയാണ്. അപ്പോൾ ഞാനിത് മുമ്പ് വാങ്ങിയത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റെഡ് ഇയർ കോയി ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രീഡിംഗ് കേജ് ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ തന്നെ നമ്മളെ ഫോക്സ് പ്ലാന്റ്സാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ബ്രീഡിംഗ് കേജായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെഡ് ഇയർ കോയി അങ്ങനെ ബ്രീഡായി കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രീഡിംഗ് കേജ് ഇല്ലാതെ നമുക്ക് എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്തിട്ട് നോക്കാം. കണ്ടില്ല, ആ മെയിൽ ഗപ്പി ആ ഫീമെയിൽസിനെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രീഡിംഗ് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇവർക്ക് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നില്ല, ഒരു ബ്രീഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്രത്തോളം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ കളക്ട് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് ഏകദേശം എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അവർ പൊതുവേ ആൽബിനോ ഗപ്പികളായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു കുഞ്ഞുങ്ങളെ കഴിക്കും. അപ്പോൾ ഒരു ഗപ്പികൾ മാത്രമല്ല, നമ്മുടെ ഉള്ള സോർട്ടേഴ്സ് എന്തായാലും നമുക്ക് ഹക്കു സോർട്ടയിലൊക്കെ അവരും ആൽബിനോ ആണ്. അപ്പോൾ അതും നന്നായിട്ട് കുഞ്ഞുങ്ങളെ കഴിക്കും കേട്ടോ. നമ്മൾ സാധാരണ ഗപ്പികളെ പോലെയല്ല, ടാങ്കിലുള്ള മൊത്തം ഗപ്പികളും കഴിച്ച് തീർക്കേണ്ട ഒരു ടെൻഡൻസി ഉള്ള ഗപ്പിയാണിത്. അപ്പോൾ എന്തായാലും ഇവരും കുറച്ച് കുഞ്ഞുങ്ങളെ കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് 20 കുഞ്ഞുങ്ങളാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് അത്രയും തിക്കായിട്ട് തന്നെ ഫോക്സ് ടെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 20 കുഞ്ഞുങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബ്രീഡിംഗ് കേജ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം കുഞ്ഞുങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് അത് ബ്രീഡ് ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ബ്രീഡിംഗ് കേജ് വെക്കുമായിരുന്നു. കാരണം നമുക്ക് ഇതിപ്പം ഫസ്റ്റ് ബ്രീഡിംഗ് കിട്ടുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് ബ്രീഡിംഗ് ആണിത്. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർക്ക് കുറച്ച് RTM ഒന്ന് കൊടുത്തു നോക്കാം, അവർ കഴിക്കുമെന്ന് നോക്കാം. വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ സോർട്ടേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഗപ്പി ബ്രൂഡ് സ്റ്റോക്കിനൊക്കെ ഞാൻ ഡെയിലി ഇതുപോലെ 2 നേരം നമ്മൾ RTM കൊടുക്കാറുണ്ട്. അപ്പോൾ RTM മാത്രമല്ല, RTM കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ രാവിലെ എന്താണ് ഫുഡ് കൊടുക്കുന്നത്, അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ആദ്യം നമ്മൾ RTM കൊടുക്കും, അതിനുശേഷമായിരിക്കും നമ്മൾ ബാക്കി ഫുഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റ തവണ ഹാച്ച് ചെയ്യുന്ന RTM നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഫീഡ് ചെയ്ത RTM 2 ദിവസം മുമ്പ് ഹാച്ച് ചെയ്ത RTM ആണ്. അതിപ്പോഴും ലൈവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 4-5 ദിവസം എങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഈ റെഡ് ഇയർ കോയി ഞാനൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, കാരണം ഒരു ബ്രീഡിങ് കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു സ്ട്രെസ്സൊക്കെ വന്ന് ഇരിക്കുന്നതുകൊണ്ടിരുന്നു. അപ്പോൾ വളരെ സ്ലോലി ആയിട്ട് ഞാൻ പതുക്കെ അതിനെ പിടിച്ച് കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ വാങ്ങിയ സമയത്ത് ഉള്ള ആ ഒരു ഇയർ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ റെഡിഷ് കയറിയതും അത് ഇപ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഫീമെയിൽ ആണല്ലേ, ഫീമെയിലിന് അത്യാവശ്യം നല്ല, നമ്മൾ നേരത്തെ വാങ്ങിയ സമയത്ത് ഇത്രയും ഇയറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് റെഡിഷ് കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല ഇയർ ക്വാളിറ്റിയും അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അറിയണമെങ്കിൽ മുമ്പത്തെ എൻ്റെ ആ ഷോർട്സ് കണ്ട് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഉള്ളതിൻ്റെയും നേരത്തെ എടുത്തതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയണമെങ്കിൽ മെയിലിനെ ഞാൻ കാണിച്ചു തരാം. മെയിൽ ഇപ്പോൾ നോക്കിയോ, മെയിലും കുറച്ചുകൂടെ അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റിയുടെ കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. ആ റെഡൊക്കെ നല്ലതായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് അവരുടെ ആ ഒരു ഹെഡിൻ്റെ ഭാഗം കുറച്ച് മെലിഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ഫുൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. പൊതുവേ നമ്മുടെ ഗപ്പീസിൻ്റെ ഫീമെയിൽസിനൊക്കെ മെയിലിനെ അപേക്ഷിച്ച് കുറച്ച് ഭംഗി കുറവായിരിക്കും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഇവർ 2 പേർക്കും ഒരു രക്ഷയില്ല, നല്ല രസമാണ് കാണാനായിട്ട്. എനിക്കൊണ്ട് അവരുടെ കളർ കൂടുതൽ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ഇവരുടെ കളർ ഇപ്പോൾ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുക, കാണാൻ കുറച്ചും കൂടെ ഭംഗി തോന്നിക്കും നമുക്ക്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങളെ കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ വലുതായി അവർ 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.